ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിൽ പങ്കെടുക്കരുതെന്ന് കർഷകരോട് പോലീസിനെയും വകവെക്കാതെ കർഷകർ ഡൽഹിയിലേക്ക് കടന്നതോടെ കർഷകരെ തടയാൻ അതിർത്തിയിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ്. ആ ബാരിക്കേഡുകൾക്ക് നേരെ ട്രാക്ടർ ഓടിച്ചു കയറ്റി ബാരിക്കേഡുകൾ തകർത്ത് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകാൻ വിചാരിച്ചാൽ അത് സാധ്യമാക്കുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറഞ്ഞ ഡൽഹിയിലേക്ക് കടന്ന കർഷകർ. മാസെന്നോ മരണമാസെന്നോ പറഞ്ഞാൽ മതിയാകില്ല. അതിനു മുകളിൽ എന്തെങ്കിലും പ്രയോഗമുണ്ടെങ്കിൽ അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കർഷക സമരം രാജ്യ തലസ്ഥാനത്ത് കൊടുമ്പിരിക്കൊള്ളുമ്പോൾ സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. കർഷകരോട് ഡൽഹിയിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞ BJP സർക്കാരുകൾ സംസ്ഥാന അതിർത്തികൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കർഷകരെ തടയുകയാണ്. ഇതോടെയാണ് ബാരിക്കേഡുകൾക്ക് നേരെ ട്രാക്ടർ കയറ്റി ബാരിക്കേഡുകളെ തകർത്ത് കർഷകർ അതിർത്തി മറികടന്ന് ഡൽഹിയിലേക്ക് കടന്നത്. ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗർ ജില്ലയിലാണ് ഈ സംഭവം. കർഷകർ ഡൽഹിയിലെ സമരമുഖത്തേക്ക് പോകുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ ബാരിക്കേഡുകൾ മാറ്റി തങ്ങളെ ഡൽഹിയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് ഇതിന് ചെവി കൊടുത്തില്ല. ഇതോടെയാണ് ബാരിക്കേഡുകൾക്ക് നേരെ ട്രാക്ടർ ഓടിച്ച ബാരിക്കേഡുകൾ തകർത്ത് കർഷകർ സിനിമാ സ്റ്റൈലിനെ വെല്ലും വിധം ഡൽഹിയിലേക്ക് കടന്നത്. സമാന സംഭവം ഉത്തർപ്രദേശിലും നടന്നിരുന്നു. ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ സംസ്ഥാനത്തെ കർഷകരോട് ഡൽഹിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു. ഡൽഹിയിലേക്ക് പോകില്ലെന്ന് എഴുതി തരാൻ UP പോലീസും കർഷകരോട് നിർദ്ദേശിച്ചിരുന്നു. ഇതെല്ലാം മറികടന്ന് കർഷകർ ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയായ ചില്ലയും മറികടന്ന് ഡൽഹിയിലേക്ക് കടക്കുകയായിരുന്നു. അന്ന് സിനിമാ സ്റ്റൈലിൽ ബാരിക്കേഡുകൾക്ക് മുകളിൽ ചാടിക്കയറിയായിരുന്നു കർഷകർ ഡൽഹിയിലേക്ക് പോയത്. ആ വാർത്ത ഞങ്ങൾ നിങ്ങൾക്കായി പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ BJPയെ വിറപ്പിക്കുന്ന മരണമാസ രംഗങ്ങളാണ് കർഷക സമരം ആരംഭിച്ചതോടെ നാം കണ്ടു തുടങ്ങിയത്. പോലീസ് കർഷകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ വണ്ടിക്ക് മുകളിൽ സിനിമാ സ്റ്റൈലിൽ കയറി ജലപീരങ്കി ഓഫ് ചെയ്ത ഡൽഹിയിലെ വിദ്യാർത്ഥി. ഞങ്ങളുടെ ദേഹത്ത് തൊട്ടിട്ടേ മറ്റാർക്കും കർഷകരുടെ രോമത്തിൽ പോലും തൊടാനാവുമെന്ന് പറഞ്ഞ നിഹാങ്കുകൾ. കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പുരസ്കാരങ്ങളും വേണ്ടെന്ന് പറഞ്ഞ് എല്ലാം മടക്കി കൊടുത്ത വിവിധ മേഖലയിലെ പ്രമുഖർ. കർഷകരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സമരമുഖത്ത് തമ്പടിച്ച ഡോക്ടർമാർ. അങ്ങനെ വിഭാഗീയതകൾ ഉടലെടുത്ത വർത്തമാന ഇന്ത്യക്ക് പുതിയൊരു മുഖം കാണിച്ചു കൊടുക്കുകയാണ് കർഷക സമരം. ഡൽഹിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ BJP സർക്കാരുകൾ കർഷകരെ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ BJP സർക്കാരിന്റെ ഭീഷണികളൊക്കെ കാറ്റിൽ പറത്തി ഡൽഹിയിലുള്ള തങ്ങളുടെ കർഷക സഹോദരങ്ങൾക്കൊപ്പം അണിചേരുക തന്നെ ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ. ഭീഷണികളും ബാരിക്കേഡുകളൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇനി അതിലും വലുത് മുന്നിലിട്ടാലും ഇതും മറികടന്ന് കർഷകർ ഡൽഹിയിലെത്തുക തന്നെ ചെയ്യും. കാരണം ഇതവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. അതിനാൽ തന്നെയാണ് ഡൽഹിയിലെ കൊടും തണുപ്പും സഹിച്ച് 1 മാസത്തോളമായി കർഷകർ ഡൽഹിയിൽ സമരം ചെയ്യുന്നത്. ഡൽഹിയിലെ കൊടും തണുപ്പിൽ 30ഓളം കർഷകർ മരണപ്പെട്ടിട്ടും കർഷകർ പിന്തിരിയാത്തത് നാളെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് മുന്നിൽ തങ്ങളുടെ ജീവനും ജീവിതവും അടിയറവ് വെക്കാതിരിക്കാനാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.